ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ബോയയുടെ മൈക്ക്. വയറുള്ള മൈക്കാണ്. അപ്പോൾ ഞാനിത് കാണാതിരിക്കുവാനായിട്ടേ ഇങ്ങനെയാണ് വെക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഷോൾ കവർ ചെയ്ത് കിടക്കുന്നത് കൊണ്ടായിരിക്കാം സൗണ്ട് കുറവെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കുറച്ചിങ്ങനെ നീക്കി വെക്കാല്ലേ. അപ്പം ഇനി ക്വാളിറ്റി കുറവാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ ഓഡിയോയുടെ ക്വാളിറ്റി ഇനിയും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലെ ക്യാമറയിൽ ഈ മൈക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓപ്പൺ ക്യാമറയിൽ ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ അതിൽ ഫീച്ചേഴ്സ് ഒക്കെ കുറവാണ്, നല്ല വീഡിയോ ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒന്നും കിട്ടൂല കേട്ടോ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഇനിയും ഓഡിയോ ക്വാളിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ മൈക്ക് വാങ്ങിക്കാം. ഈ ഒരു മൈക്ക് കൊണ്ട് നമ്മുടെ കാര്യം നടന്നു കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്. ഇനി ഞാൻ പൈസ മുടക്കണം. അങ്ങനെ ഇനി ഒരു വയർലെസ് മൈക്കൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3000 രൂപ എടുത്തൊക്കെ ചിലവാകും കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് 1 രൂപ പോലും വരുമാനം കിട്ടിയിട്ടില്ലെന്ന്. ഞാൻ എന്നിട്ടും ഒരു ഗിവ് അവേ ഓഫർ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കമന്റ് ചെയ്യുന്നവർക്ക് ഒരു സാരിയൊക്കെ സമ്മാനമായിട്ടൊക്കെ കൊടുത്തൂലേ. ഇനി ഈ വരുന്ന ഓണത്തിന് നമ്മൾ 5 പേർക്ക്, പതിവായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് കമന്റ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുത്ത് 5 പേർക്ക് സാരി, ചുരിദാർ, നൈറ്റി, മറ്റുള്ള ഡ്രസ്സുകൾ അങ്ങനെ എന്തെങ്കിലും 5 പേർക്ക് കൊടുക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ കണ്ട് വെറുതെ പോകാതെ ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും എനിക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ 2 കാര്യങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമില്ല എന്ന് തോന്നും. എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ ഞാൻ പറയുന്നത്. പലർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടല്ലേ. എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഈ ജീവിതത്തിൽ 2 കാര്യം വേണം. അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. ഒന്നിന് പകരമായിട്ട് വേറൊന്നും വെക്കാൻ പറ്റാത്ത 2 കാര്യങ്ങൾ. അങ്ങനെ പകരം വെക്കാൻ പറ്റാത്ത ഈ 2 കാര്യങ്ങൾ ജീവിതത്തിൽ എന്താണെന്ന് എന്നെ പോലെ തോന്നി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. ഒന്നാമത്തെ കാര്യം സ്നേഹമാണ് കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹം ആഗ്രഹിക്കുന്ന ആ സമയത്ത്, സ്നേഹം വേണ്ട ആ ഒരു കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ സ്നേഹം നമുക്ക് തരേണ്ട ഒരാളിൽ നിന്ന് എന്താ പറയുക, കളങ്കമില്ലാത്ത ആ സ്നേഹം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ സ്നേഹത്തിന് പകരം വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. നമുക്ക് ആ സ്നേഹം തന്നെ വേണ്ടേ. നമ്മുടെ മക്കളുടെ സ്നേഹം കിട്ടണം, നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടണം, പങ്കാളിയുടെ സ്നേഹം കിട്ടണം. എന്തിനേറെ നമ്മളൊരു സുഹൃത്തിനെ സ്നേഹിച്ചാൽ പോലും നമ്മൾ ആ സുഹൃത്തിനെ സ്നേഹിക്കുന്ന അതേ തീവ്രതയിൽ ആ സുഹൃത്ത്, കൂട്ടുകാരിയോ കൂട്ടുകാരനോ നമ്മളെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമാവൂലേ. പകരം എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. സ്നേഹത്തിന് പകരം കുറച്ച് പണം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു കുഞ്ഞിനെ തന്റെ അമ്മയുടെ സ്നേഹത്തോളം വലിയ എന്തെങ്കിലും ഉണ്ടോ? ആ അമ്മ ഇച്ചിരി പണം കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിന് സന്തോഷം ഉണ്ടാവുമോ? ദുഃഖമായിരിക്കില്ലേ? കുറെ പണവും കുറെ കളിപ്പാട്ടവും കുറെ സുഖസൗകര്യങ്ങളും കിട്ടിയാലും ആ അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ആ കുഞ്ഞിന് സങ്കടമല്ലേ. അപ്പോൾ ജീവിതത്തില് സ്നേഹത്തിന് പകരം വെക്കാൻ വേറെ എന്തിനെങ്കിലും സാധിക്കുമോ? ഒന്നിനും സാധിക്കില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് പരിചയമുള്ള, കൂടുതൽ അടുത്ത് സംസാരിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, ജീവിതത്തില് സ്നേഹത്തിനും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിന് 2നും പകരം വെക്കാൻ വേറെ ഒന്നിനും പറ്റില്ല. അതിനത് തന്നെ വേണം. അതില്ലാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൽ 2ാമത്തെ കാര്യം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലേക്ക് വന്നോ? 2ാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ള പണമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പണം ഇല്ലെങ്കിലേ പകരം എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ. നമ്മൾ ചിലപ്പോൾ പറയും, ഈ തെരുവിലൊക്കെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടൊക്കെ പോകുന്ന 2 പേരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, അച്ഛനെയും മക്കളെയോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകുന്നത് നമ്മൾ റീൽസിലൊക്കെ കാണുമ്പോൾ പറയും, എന്തിനാ പണം, എന്തിനാ, അവർക്ക് സ്നേഹമുണ്ട് സന്തോഷമൊക്കെ ഉണ്ടെന്ന്. അതിനൊരു മനഃശാസ്ത്രവും കൂടെ ഉണ്ട് കേട്ടോ. അവർക്ക് ആ കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങിക്കൂടാ. അവരുടെ ആഗ്രഹങ്ങൾ ചെറുതാണ്, പരിമിതമാണ്. അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ള പണം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് അവർ സന്തോഷിക്കുന്നതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് 3 നേരം ഭക്ഷണമൊക്കെ കഴിച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി, അത്യാവശ്യം ആരുടെയെങ്കിലും പഴയ വസ്ത്രങ്ങളും ഒക്കെ മതി. അവർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട്. അവർക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? ഉറങ്ങുവാൻ സാധിക്കുമോ? പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുമോ? ആ 3 നേരം അവർക്ക് ആ ഭക്ഷണം അവർക്ക് വാങ്ങി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് ആ ഭക്ഷണം കൊടുത്തില്ല, അവർ വിശന്ന് അടുപ്പിച്ചൊരു 2-3 ദിവസം ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ സന്തോഷിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ പണം, അല്ലെങ്കിൽ പണം കൊണ്ട് നമ്മൾ നടത്തേണ്ട കാര്യങ്ങളെല്ലാം, നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നടത്തേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിവർത്തിച്ചു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ.
ഇത് എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ പറയുന്നത്. ഓർത്തു വെച്ചോ, ജീവിതത്തില് സ്നേഹത്തിനും പണത്തിനും പകരം വെക്കാൻ മറ്റൊന്നിനും സാധിക്കില്ല. എത്രയൊക്കെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും പലരും പണമൊന്നും കൈവിട്ട് കളിക്കില്ലല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ആയിരിക്കും. 3-4 മക്കളൊക്കെ ഉണ്ടാവും, ആൺമക്കളും പെൺമക്കളും ഒക്കെ കൂടെ ചേർന്നൊരു 4-5 മക്കളൊക്കെ ഉള്ള ഒരു കുടുംബത്തില് ഏതെങ്കിലും ഒരാള് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കും, അല്ലെങ്കിൽ ഇച്ചിരി കുടിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന ആളാണ്, ഒരു എന്താ പറയാ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, രോഗമൊക്കെയാണ്, ഒരു ഗതി ഇല്ലാത്ത ഒരു ജീവിതമാണ് അയാൾക്കെങ്കില് മറ്റുള്ളവരുടെ ഒപ്പം ഈ വ്യക്തി അവര് കൂട്ടത്തില്ല, കൂടെ നിർത്തില്ല. എന്തെങ്കിലും സഹകരിക്കേണ്ടി വന്നാൽ അതെല്ലാം ഒരു പേരിന് മാത്രമായിരിക്കും, അങ്ങനെ ഒറ്റപ്പെടുത്തി കളയും. സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലൊന്നും പണത്തിന് പകരം ആവില്ലെന്നേ. പണത്തിന് പണം തന്നെ വേണം. അരി ഇട്ട് വേവിച്ചാല് ചോറാവോളെന്ന് കേട്ടിട്ടില്ലേ? അരി തന്നെ ഇട്ട് വേവിക്കണം. ആ അരി എവിടെന്നാ? കടയിൽ ചെന്ന് കാശ് കൊടുത്ത് മേടിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വെറുതെ തരണം. ആരുടെങ്കിലും മുന്നിൽ ചെന്നിട്ട് തായോ എന്ന് പറഞ്ഞ് നമ്മൾ കൈ നീട്ടണം അല്ലേ? എന്നാലേ അരി ഇട്ട് വേവിച്ചാലേ കലത്തിൽ ചോറാവുകയുള്ളൂ. അപ്പൊ ആരെങ്കിലും ഈ അരി തന്നാൽ പോലും അത് ആരുടെ പണമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണത്തിന് പകരം വെക്കാനായിട്ട് ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞത്. ഈ പണം എന്ന് പറയുമ്പോൾ പണമാക്കി മാറ്റാവുന്ന എല്ലാം വരും കേട്ടോ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുറച്ച് റബ്ബർ ഷീറ്റ് ഉണ്ട്, പണമൊന്നും ഇല്ലെങ്കിൽ അത് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണമാവില്ലേ? അല്ലെങ്കിൽ സ്വർണം ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി വിറ്റിട്ടുണ്ടെങ്കിൽ പണമാകില്ലേ? നമ്മുടെ സമ്പത്ത്, അതൊക്കെയാണ് ഞാൻ പണം എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് അഭിവൃദ്ധിപ്പെടണം. എന്നിങ്ങനെ ഒരേ ഗതിയില്ലാതെ ഒരേ രീതിയിൽ ജീവിച്ചാൽ പോരാ, വെറുതെ സമയം കളയരുത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായ സ്നേഹം വേണം, അതുപോലെ പണം വേണം. ഇതെല്ലാം തല്ലിക്കെടുത്തുന്നത്, ഇല്ലാതെയാകുന്നത് മനുഷ്യന്റെ കാഴ്ചപ്പാടുകളുടെ കുഴപ്പങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഒരു ഭാര്യയും ഭർത്താവും അവർ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരും അധ്വാനിച്ച് ഒരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഉള്ളത് കഴിച്ച് സന്തോഷത്തോടെ അവരുടെ മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുപോയാൽ മതിയില്ലേ. പക്ഷെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ ഓരോരുത്തരുടെ വ്യത്യസ്തമായിരിക്കും. ഇത്രയും നാളും സുന്ദരിയായിരുന്ന ഭാര്യ കുറച്ചു നാൾ കഴിയുമ്പോൾ ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ, അവളുടെ സ്വഭാവം പോരാ, പിന്നെ മറ്റുള്ള ബന്ധത്തിലേക്ക് ചാടുകയാണ്, സമാധാനമില്ല, കുടിക്കുകയാണ്. ഇതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് സ്നേഹം പോരാ, സ്നേഹം നേടി മറ്റൊരിടത്തേക്ക് പോകുന്നു, ഭർത്താവ് അറിയാതെ പല സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? പുറത്തേക്ക് കൂട്ടുകാരുമായിട്ട് വഴിതെറ്റുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളുടെ കുഴപ്പങ്ങൾ കൊണ്ടാണ്, ഓരോ കുടുംബ അന്തരീക്ഷത്തിന്റെ കുഴപ്പങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒരു അടങ്ങി ഒതുങ്ങി ഒരു ഡിസിപ്ലിൻ ആയിട്ട് ജീവിച്ചു പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവുകയില്ല അല്ലേ. അപ്പോൾ സ്ത്രീകൾ സാധാരണ കുടിച്ച് വെളിവില്ലാതെ വന്ന് വീട്ടിൽ വന്ന് അലമ്പൊന്നും ഉണ്ടാക്കാറില്ല. കൂടുതലും ഭർത്താക്കന്മാരാണ്. അപ്പോൾ ഭാര്യമാരാണെങ്കിലും തങ്ങളുടെ ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ചും അവർക്ക് വിധേയപ്പെട്ടുമൊക്കെ ജീവിച്ച് അവരോട് സ്നേഹത്തോടെ ഉപദേശിച്ചൊക്കെ നന്നാക്കാൻ നോക്കുക കേട്ടോ. ചില ആൾക്കാരൊന്നും നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലൊന്നും നന്നാവില്ലെന്നേ. കാരണം അതെല്ലാം അവരുടെ ജീനിൽ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അവർ ചെറുപ്പം മുതൽ പഠിച്ചു പോകുന്ന കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും മാറ്റാൻ സാധിക്കില്ല. അപ്പോഴൊക്കെയാണ് വഴക്കുണ്ടാവുന്നത്, കൊലപാതകങ്ങൾ ഉണ്ടാവുന്നത്, അതുപോലെ ഡിവോഴ്സ് ഉണ്ടാവുന്നത്, മക്കളുടെ ജീവിതമൊക്കെ കഷ്ടത്തിലാവുന്നത് അല്ലേ. ഞാൻ കുറേയൊക്കെ പിടിച്ചു നിന്നിട്ട് മക്കൾക്ക് ഒരുമാതിരി പ്രായമൊക്കെ ആയപ്പോഴാണ് കേട്ടോ അത് ഡിവോഴ്സിലേക്കൊക്കെ വന്നത്. ഇപ്പോൾ യാതൊരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ സ്വർഗതുല്യമായിട്ടുള്ളൊരു ജീവിതം അനുഭവിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഈ രണ്ട് ജീവിത സാഹചര്യങ്ങളിലും ജീവിച്ചത് കൊണ്ടാണ് എനിക്കിത് പറയുവാൻ സാധിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഇപ്പോഴുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കരുതി നേരെ ഡിവോഴ്സിന് ശ്രമിക്കരുത്. അതുപോലെ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി രണ്ടാം വിവാഹത്തിലേക്കൊന്നും പോകരുത് കേട്ടോ. ഞാൻ 2003 മുതൽ എൻ്റെ ആദ്യ വിവാഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് സഹിച്ചും തരണം ചെയ്തും ഉപദേശിച്ചും പറഞ്ഞു മാറ്റാൻ നോക്കിയും എല്ലാം അങ്ങനെ വർഷങ്ങൾ കൊണ്ടുപോയി. 1999 എൻ്റെ വിവാഹം. അപ്പൊ 2000 പിന്നെ 2017 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഡിവോഴ്സ് ആയത്. ഡിവോഴ്സ് ആയ ഉടനെ തന്നെ ഞാൻ സെക്കൻഡ് മാരേജിന് പോയില്ല. പിന്നെയും വർഷങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ച് ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നല്ലൊരാളെ അടുത്ത് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ സെക്കൻഡ് മാരേജിന് ട്രൈ ചെയ്തത്. അപ്പോൾ ആളെ അടുത്തറിയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയേണ്ട കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞ കാര്യം? നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന് സ്നേഹം തന്നെ വേണം, അതുപോലെ പണത്തിന് പണം തന്നെ വേണം.
ഇതെന്നും ഓർമ്മിക്കുക കേട്ടോ. അത് നമുക്ക് സ്നേഹം ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് കിട്ടേണ്ടത്? നമ്മുടെ കുടുംബത്തിലുള്ളവരിൽ നിന്ന്, നമ്മുടെ ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, മക്കളിൽ നിന്ന്. അതുകൊണ്ട് ഇവരെല്ലാം നമ്മൾ ചേർത്ത് നിർത്തുക. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുവാൻ ശീലിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ നടത്തുവാനായിട്ടുള്ള പണം നമ്മൾ സമ്പാദിക്കുക, വരുമാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ടാറ്റാ.